സാധാരണക്കാർക്ക് സാധാരണ കഴിവ് ഉള്ളതുപോലെ അസാധാരണക്കാരായ ആളുകൾക്ക് അസാധാരണമായ കഴിവുകൾ ഉണ്ട്. അത് അള്ളാഹു, അതിൻ്റെ ഹഖീഖിയായ ഖുദ്റത്ത് അള്ളാഹു അപ്പപ്പോൾ നൽകുന്നതാണ്. സലാമത്തുൽ അസ്ബാബി വൽ ആലാത്ത് എന്ന് പറയുന്ന അത് ചെയ്യാനുള്ള പക്വത, പാകത, അത് സാധാരണക്കാർക്ക് സാധാരണ വിധത്തിലുണ്ട്, അസാധാരണക്കാർക്ക് അസാധാരണ വിധത്തിലും അള്ളാഹു അത് നൽകുന്നുണ്ട്. രണ്ടായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മുഅ്തസിലത്ത് പറയുന്നത് പോലെയല്ല. മുഅ്തസിലുകൾ പറയുന്നത് എന്താ? ആ കഴിവ് അതൊന്നാകെ മൊത്തം അള്ളാഹു ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. അത് അള്ളാഹു കൊടുത്തു, ഓനത് എന്തോ ആയിക്കോട്ടെ, അള്ളാഹു അവയ്ക്കില്ല. ഏതുപോലെ ചില ആളുകൾ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ ഈ മൊബൈൽ ഫോൺ ഞാൻ ഉവൈസാദനിക്കാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു, പിന്നെ മൂപ്പരത് മൂപ്പരുടെ സ്വയഷ്ടപ്രകാരം മൂപ്പരത് അങ്ങനെ ഉപയോഗിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു, വേണ്ടതൊക്കെ ചെയ്യുന്നു, പിന്നെ എനിക്കതിൽ ഒരു പങ്കുമില്ല എന്ന് ചില വ്യാജന്മാര്, വിഷയം തിരിയാത്ത വ്യാജ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മൊബൈൽ കൊടുത്തതുപോലെയല്ല ഈ മഹാത്മാക്കൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതേ അവസരത്തിൽ അവർക്ക് അവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, മഹാത്മാക്കളാണ്, അസാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് സാധാരണ സലാമത്തുൽ അസ്ബാബി വൽ ആലാത്ത് നൽകിയതുപോലെ അസാധാരണക്കാരായ ആളുകൾക്ക് അസാധാരണമായ ആ അർത്ഥത്തിലുള്ള കഴിവുകൾ അള്ളാഹു നൽകുന്നുണ്ട്, അള്ളാഹു അവർക്ക് നൽകി.